കേരള കലാമണ്ഡലത്തിന്റെ ടൂറിസം വികസന പദ്ധതികൾക്ക് പുത്തൻ ഉണർവ് നൽകി 2 ദിവസത്തെ ടൂറിസം ശില്പശാലയ്ക്ക് തുടക്കം കുറിച്ചു. പ്രമുഖ ടൂറിസം ഏജൻസികളുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കേരള കലാമണ്ഡലത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ടൂറിസം മേഖലയിലെ പ്രമുഖരുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ ശില്പശാലയ്ക്ക് തുടക്കമായി. സംസ്ഥാനത്തെ 40ഓളം പ്രമുഖ ടൂറിസ്റ്റ് കമ്പനികളിലെ പ്രതിനിധികളാണ് കലാമണ്ഡലത്തിൽ ഒത്തുചേർന്നിരിക്കുന്നത്. വിദേശ സഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി വിപുലമായ പദ്ധതികളാണ് കലാമണ്ഡലം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കലാമണ്ഡലത്തിലെ കഥകളി, നൃത്തങ്ങൾ, കളരികൾ, കോപ്പ് പണിപ്പുര, മ്യൂസിയം, നിള ക്യാമ്പസ് എന്നിവ സന്ദർശകർക്ക് നേരിട്ട് അനുഭവിക്കാനാകും. കേരള കലാമണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ഭാരതപ്പുഴയുടെയും അതുപോലെ ചെറുതുരുത്തിയുടെയും സമീപ പ്രദേശത്തുള്ള ടൂറിസം സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള ഒരു ശില്പശാലയാണ് നാക് എന്ന പേരിൽ. അതിൽ നിള ബേസ് ചെയ്തുള്ള നാച്ചർ, ആർട്ട്, ക്രാഫ്റ്റ്, കൾച്ചർ ഇതെല്ലാം ഉൾപ്പെടുത്തിയുള്ള ഒരു പുതിയ ഒരു ടൂറിസ്റ്റ് പാക്കേജ് ഡെവലപ്പ് ചെയ്യാനാണ് ഈ പരിപാടി ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഓർത്തൂസ് മലബാർ നഴ്സറി, അതുപോലെ കിള്ളിമംഗലം പായ നൽകുന്ന സഹകരണ സ്ഥാപനം, അതുപോലെ വയലി, ഇങ്ങനെയുള്ള പല സ്ഥാപനങ്ങളുമായി ചേർന്ന് ഒരു ടൂറിസ്റ്റിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു 3-4 ദിവസമോ ചെറുതുരുത്തി പ്രദേശങ്ങളിലുള്ള ടൂറിസം സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഒരുക്കാനുള്ള ഒരു കൂട്ടായ്മയാണ് ഇത്. കേരളത്തിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള 40-ലേറെ ട്രാവൽ ഏജൻറ്റുമാരും ട്രാവൽ ഗ്രൂപ്പുകളും ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ KTM കേരള ട്രാവൽ മാർട്ടിൻ്റെ അധികാരികൾ, റെസ്പോൺസിബിൾ ടൂറിസം, അതുപോലെ ഇന്ത്യ ടൂറിസത്തിൻ്റെ അധികാരികളെല്ലാം തന്നെ ഈ ശില്പശാലയിൽ പങ്കെടുക്കുന്നുണ്ട്. 2 ദിവസം നീണ്ടുനിൽക്കുന്ന ഈ ശില്പശാലയുടെ അവസാനം ഈ റീജിയനുമായി ബന്ധപ്പെട്ട ടൂറിസം സാധ്യതകൾ അത് ഒരു എക്സ്പീരിയൻഷ്യൽ ടൂറിസമായി എങ്ങനെ മാറ്റാം എന്നതിനെക്കുറിച്ചായിരിക്കും. ഇതിനു പുറമെ ഭാരതപ്പുഴ, പാഞ്ഞാളിലെ അതിരാത്ര ഭൂമി, കിള്ളിമംഗലത്തെ പുൽപ്പായ നിർമ്മാണ കേന്ദ്രം, അസുരൻകുണ്ട് ഡാം, കവളപ്പാറയിലെ തോൽപ്പാവക്കൂത്ത്, ആറങ്ങോട്ടുകര വയലിയിലെ മുള സംഗീതം എന്നിവയെല്ലാം ഉൾപ്പെടുത്തി വിപുലമായ ടൂർ പാക്കേജുകളാണ് ലക്ഷ്യമിടുന്നത്. സന്ദർശനത്തിന് ശേഷം രാത്രിയിൽ എല്ലാ കലാകാരന്മാരും പങ്കെടുക്കുന്ന കഥകളി അവതരിപ്പിച്ച് വിദേശികളെ യാത്രയാക്കുന്ന രീതിയിലാണ് ക്രമീകരണം. ശില്പശാലയുടെ ഭാഗമായി എത്തിയ ടൂറിസം ഓഫീസർമാർക്ക് കലാമണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങൾ കാണിച്ചുകൊടുത്തു. ശനിയാഴ്ചയും സന്ദർശനം തുടരും. കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. Of tourism, for instance, the traditional culture and cultural industry, higher education and tourism. It's a very rare combination we can see, and in which we have been involved in this stream for the last more than 20-25 years. കാരണം പലപ്പോഴും കലാമണ്ഡലം എന്ന് പറയുമ്പോൾ ഇവിടെ അടുത്തുള്ള സ്കൂളുകളിലൊക്കെ ഒരു എക്സ്കർഷൻ സ്പോട്ട് മാത്രമായിരുന്ന ഒരു സ്പേസ് ആയിരുന്നു. പക്ഷെ ഇന്ന് അത് വേറൊരു തരത്തിൽ ഇപ്പം ആ ഒരു സമയത്ത് 70s or 80s, I think Mr. Venu, when he was the cultural secretary, he has introduced the day with masters, how to explore the potential of our traditional performing arts with a tourism perspective. When നമ്മൾ tourism perspective എന്ന് പറയുമ്പോൾ we should see that there is an ideological രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ, ടൂറിസം രംഗത്തെ പ്രമുഖരായ രാജ്കുമാർ, നരേന്ദ്രൻ, ഡോക്ടർ ജിജു പി അശോക്, സ്വാമിനാഥൻ, ജോസ് ഡൊമിനിക്, രൂപേഷ് കുമാർ, സാം സന്തോഷ്, വിനോദ് നമ്പ്യാർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. അതേപോലെ നമ്മൾ ഇതിനും ശരിക്കും ശ്രമിക്കുന്നുണ്ട്. കണ്ണാടിപ്പായ ഇത് ഈ സൊസൈറ്റി ശരിക്ക് ഒരു 1952 സ്വാതന്ത്ര്യത്തിന് ശേഷം ഇവിടെയൊക്കെ ഭയങ്കര ദാരിദ്ര്യം ഉണ്ടായിരുന്ന സമയത്ത് ഈ പ്രദേശത്തെ ആൾക്കാർക്ക് ഈ കഞ്ഞിപ്പാർച്ച എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു, അതായത് കഞ്ഞി കൊടുക്കുന്ന സമ്പ്രദായം. അപ്പോൾ അത് കുടിക്കാനായിട്ട് ആൾക്കാർ വന്ന് അവർക്കൊരു കൈത്തൊഴിലായിട്ട് തുടങ്ങിയിട്ടുള്ള ചെറിയൊരു സംരംഭമായിരുന്നു. അപ്പോൾ കിള്ളിമംഗലത്തെ വാസുദേവൻ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ ഇനീഷ്യേറ്റീവിൽ ഇവിടെ ഒരു സൊസൈറ്റി രൂപീകരിക്കുകയും. CCV ന്യൂസ്, ചെറുതുരുത്തി.